നോക്കാം. ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നല്ല എളുപ്പമാണ്. അപ്പോൾ നമുക്ക് നോക്കാം ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. ഈ ചിക്കൻ്റെ പീസുകൾ ഒരു മീഡിയം പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ചിക്കനിലേക്ക് മാരിനേറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി. മുളകിൻ്റെ പൊടി നമ്മുടെ എരിവിനനുസരിച്ച് ചേർക്കാം. 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല, പിന്നെ നാരങ്ങ നീര്. ഇതെല്ലാം കൂടിയിട്ട് ചിക്കനിൽ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ചിക്കൻ കുറഞ്ഞത് ഒരു 2 മണിക്കൂറെങ്കിലും ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെക്കണം. അത് കഴിഞ്ഞിട്ടാണ് ഈ ചിക്കൻ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഈ ഫ്രൈ ചെയ്തെടുത്തേക്കുന്ന ചിക്കനിലേക്ക് വറുത്ത് ചേർക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു വലിയൊരു സവോള നല്ല കനം കുറച്ചിട്ട് സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു വലിയ കഷ്ണം ഇഞ്ചിയും ഒരു 5 വലിയ വെളുത്തുള്ളിയും കൂടിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇഞ്ചി ഞാനിവിടെ ഇതേപോലെ നല്ല കനം കുറച്ചിട്ട് നീളത്തിൽ ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി കുറച്ച് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ കറിവേപ്പില വേണം, പച്ചമുളക്, ഉണക്കമുളക്. അപ്പോൾ നമുക്ക് നോക്കാം ഇതേനെ ഫ്രൈ ചെയ്തെടുക്കാന്ന്. ഈ ചിക്കനിലേക്ക് മസാലകൾ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് വലിയൊരു പാത്രം എടുക്കാം. ഇതിലേക്ക് നമുക്ക് ചിക്കൻ ചേർക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക, മഞ്ഞൾപ്പൊടി ചേർക്കുക, മുളക് പൊടി ചേർക്കുക. മുളകിൻ്റെ പൊടി നമ്മുടെ എരിവിനനുസരിച്ച് ചേർക്കുക. ഞാൻ ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ചേർക്കുന്നത്. ഇനി മല്ലിപ്പൊടി ചേർക്കാം. ഗരം മസാല ചേർക്കാം. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കാം. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അരച്ചെടുക്കുമ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടിയിട്ട് നല്ല ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് ആദ്യം നന്നായിട്ട് അരയ്ക്കാം. എന്നിട്ട് നന്നായിട്ട് പേസ്റ്റ് പോലെ അരയണില്ലെങ്കിൽ മാത്രം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുത്താൽ മതി. കൂടുതൽ വെള്ളം ഒഴിച്ചിട്ട് ഈ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അരച്ചെടുക്കരുത്. കൂടുതൽ വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര വെള്ളം പോലെ ഇരിക്കും. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് നമുക്ക് നാരങ്ങ നീര് ചേർക്കാം. ഞാനിവിടെ ഒരു നാരങ്ങയുടെ പകുതിയാണ് ചേർത്തേക്കുന്നത്. ഈ ചിക്കൻ്റെ ലെഗിൻ്റെ പീസുകളൊക്കെ കുറച്ച് വലുതാണെങ്കിൽ ഇതൊന്ന് വരഞ്ഞെടുക്കണം. ഞാൻ 2 മണിക്കൂർ കഴിഞ്ഞ് കഴിയുമ്പോൾ ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഈ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ട് ചൂടാക്കാം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കാം. ഇപ്പോൾ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ചിക്കൻ്റെ പീസുകൾ ചേർക്കാം. ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വയ്ക്കാം. അറിയാം ഇതിനകത്ത് ആ മസാലകളൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇത് നമുക്ക് മൂടി വെച്ചിട്ട് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം. മൂടി വെച്ചിട്ടുണ്ടെങ്കിൽ ചിക്കൻ നമുക്ക് ശരിക്കും നന്നായിട്ട് വെന്ത് കിട്ടുകയും ചെയ്യും. ആ ഫ്രൈ ചെയ്തെടുത്ത് കഴിയുമ്പോൾ ചിക്കൻ ഒരുപാട് ഹാർഡായിട്ട് പോയില്ല. അപ്പോൾ നമുക്ക് മൂടി വയ്ക്കാം. ഒരു സൈഡ് മൊരിഞ്ഞ് കഴിയുമ്പോൾ മറ്റേ സൈഡും തിരിച്ചിട്ട് കൊടുക്കാം. ഇതൊരു സൈഡ് പതുക്കെ ഒന്ന് മൊരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് മറ്റേ സൈഡും തിരിച്ചിടാം. ഇതേപോലെ ഓരോ സൈഡും തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കുക. ഓരോ സൈഡ് തിരിച്ചിട്ട് കഴിയുമ്പോൾ ഇത് മൂടി വയ്ക്കുക. നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇത് തുറന്ന് വെച്ചിട്ട് ഈ ചിക്കനൊന്ന് മൊരിയിച്ചെടുക്കുക. ഞാനിവിടെ ചിക്കൻ നന്നായിട്ട് മൊരിയിച്ചെടുക്കണില്ല, ഒരു മീഡിയം ആയിട്ടാണ് മൊരിയിച്ചെടുക്കുന്നത്. എനിക്ക് അങ്ങനെ എടുക്കുന്നതാണ് ഇഷ്ടം. നന്നായിട്ട് മൊരിയിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ചിക്കൻ ഭയങ്കര ഹാർഡാവും.
പൊരിഞ്ഞിട്ടുണ്ട്. ഈ എടുത്തിട്ട് നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. ഈ ഓയിൽ തന്നെ ഇട്ടിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പിലേക്ക് ഇട്ടിട്ടൊന്ന് വറുത്തെടുക്കുക. ഇതിന് വേണ്ടിയിട്ട് ഈ ഓയിലിലേക്ക് നമുക്ക് കറിവേപ്പില ചേർക്കാം, ഉണക്കമുളക് ചേർക്കാം, പച്ചമുളക് ചേർക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വയ്ക്കാം. സവോള ചേർക്കാം, ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കാം. ഇതെല്ലാം കൂടിയിട്ട് ഈ ഓയിലിൽ ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമുക്ക് തീ നന്നായിട്ട് കൂട്ടി വയ്ക്കാം. ഇത് നന്നായിട്ട് വഴന്നിട്ടുണ്ട്. ഇതിനകത്തുനിന്ന് ഈ കൂടുതൽ വന്നേക്കണ ഓയിലെടുത്ത് മാറ്റാം. അത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് നമുക്ക് വറുത്ത് വെച്ചേക്കണ ചിക്കൻ കൂടിയിട്ട് മിക്സ് ചെയ്യാം. എന്നിട്ട് ഇതിങ്ങനെ ഒന്ന് ഒതുക്കി വയ്ക്കാം. അല്ലെങ്കിൽ ഈ സവോളയ്ക്ക് എടുത്തിട്ട് നമുക്ക് നേരിട്ട് ചിക്കനിലേക്ക് ഇടാം. പക്ഷെ ഞാൻ ചിക്കൻ ഇതിൻ്റെ കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ടാണ് എടുക്കുന്നത്. ഇതിനെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ ഈ സവോളയ്ക്ക്. അപ്പോൾ ഇതിനകത്ത് കൂടുതൽ ഓയിലേക്ക് ഉണ്ടെങ്കിൽ ഈ ഓയിലൊക്കെ പുറത്തേക്ക് വരും. ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചേക്കുന്ന ചിക്കനും കൂടിയും ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് നാരങ്ങ നീരും കൂടിയും ചേർക്കാം. അപ്പോൾ ചിക്കൻ വറുത്തെടുത്ത് റെഡി ആയിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്യാം.